എടോ താനെന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? കയറിക്കേ. എനിക്കറിയില്ല ഏട്ടാ, എനിക്ക് ഇവിടെ ഒരു അന്വേഷിച്ച് വരാനുള്ള പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാൻ പോവാനി. എങ്ങോട്ടെങ്കിലും കരയല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. താനിപ്പോ കയറ്. ഒരു ഭാഗ്യമില്ലാത്ത പെണ്ണ, ജനിച്ചപ്പോ തൊട്ട് ഇങ്ങനെ. എടോ ഇങ്ങനെ നടുറോട്ടി കിടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെ ചെറിയ കാര്യത്തിനൊക്കെ കരഞ്ഞാ ഇനി വലുതൊക്കെ വരുമ്പോ എന്ത് ചെയ്യും? അല്ല ചെറിയ കാര്യമല്ല, എന്നാലും ഇനി ലൈഫിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന നമുക്കറിയില്ലല്ലോ. താനിപ്പോ ഒരു കാര്യം ചെയ്യും, വണ്ടി കയറി പ്ലീസ്. അല്ല, ഇത് ഇതുവരെയ്ക്കും കഴിഞ്ഞില്ലേ? പിന്നെയും താനെന്തിനാ കരയുന്നത്? തന്നോട് ഈ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കാനല്ലേ പറഞ്ഞത്? അല്ല സാറേ, കുട്ടി ഇറങ്ങി ഓടിയപ്പോ. ഇറങ്ങി ഓടിയോ? ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഈ ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തു. എന്നാ കുഴപ്പമില്ല. ഈ മറ്റവനെ പറ്റി എന്തെങ്കിലും അറിഞ്ഞോ? പിന്നെ ഒരു അറിവുമില്ല. ഇപ്പൊ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവും എന്നെ പേടി. ഏയ് അങ്ങനെയൊന്നുമില്ല മോളെ, നമുക്ക് നോക്കാം. സാർ ഇത്തവണ ഈ കുട്ടിയെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ നാക്കണം. ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകാൻ പോവാ. അതാ നല്ലത്. സാർ ഒരു കാര്യം ചെയ്യണം, മോളെ ബസ് സ്റ്റാൻഡ് വരെ ഒന്ന് ആക്കി കൊടുക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാർ എന്നെ വിളിക്കും. മോളൊരു കാര്യം ചെയ്യും, മോളെ നമ്പർ എവന് കൊടു. വേണ്ട, യവൻ മോക്ക് എന്റെ നമ്പർ തരും. പറഞ്ഞുകൊടു. 95 94 200. ഓക്കെ, എന്നാ കയറിയാ. താങ്ക് യു സാർ. വാ. ഇറങ്ങട്ടെ. വിട്. ഓക്കെ അല്ലേ? എടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അറിഞ്ഞാൽ തന്റെ ഭംഗി കുറയും കേട്ടോ. അല്ല, ഡാർക്ക് സർക്കിൾസ് അല്ലെങ്കിലും ഇങ്ങനെ കരയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നമ്മളിനി നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എന്തോരം കരയണമായിരുന്നു. ഇനി എന്താ പരിപാടി? ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ടോ? ഫുഡ് റെഡിയാക്കാം. സാർ എന്താ വേണ്ടേ? ഇവിടെ ചേട്ടൻ 4 പൊറോട്ട, 2 ബീഫ് ഫ്രൈ, പിന്നെ ചില്ലും കൂടിലേക്ക് 2 ഉണ്ടപ്പൊരി, ഒരു ചായ. ശരി. ചേട്ടന് എനിക്ക് ഒരു ചായ മാത്രം മതി. ചേട്ടാ, ഈ ചേട്ടൻ ഒരു ചായ. ഞാനേ ട്രാവലർ ഭയങ്കര ടയർഡായി പോയി, ഒന്നും വല്ലാത്ത വിശപ്പ്. താങ്ക് യു. എങ്ങനെയുണ്ട്? കൊള്ളാം. വേണല്ലോ. ചേട്ടാ ബില്ല് എപ്പോഴും സെറ്റേ. ഒരു പൊറോട്ടയും കൂടെ കഴിക്കായിരുന്നു. മൈദിയ ഹെൽത്തി അല്ല. നല്ല ചൂട് പൊറോട്ട. എന്തുപറ്റി? കഴിച്ചു.
പതുക്കെ. കറക്റ്റാ കൊടുത്തു. കറക്റ്റാണ്. ഓട്ടോ ഓട്ടോ ഇപ്പൊ വരും. കുഴപ്പമില്ല, ഇപ്പൊ വരും കേട്ടാ. ദാവൻ ചേട്ടാ നമുക്ക് അവർക്ക് കൂടി ഒന്ന് ലിഫ്റ്റ് കൊടുത്താലോ? എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് അവിടുന്ന് ഫുഡൊന്നും കിട്ടിയില്ലേ? കല്യാണോ? ഇത് കല്യാണമൊന്നുമല്ല. പിന്നെ സീരിയലോ? വല്ല അഭിനയം കഴിഞ്ഞിട്ട് വരികയാണോ? അല്ല. അല്ല ഏട്ടാ, കല്യാണം തന്നെയാ. എനിക്ക് ആദ്യം കണ്ടപ്പോ നിങ്ങൾ തമ്മിൽ എത്ര മാച്ച് അല്ലാന്ന് തോന്നി. പക്ഷെ ഇപ്പോ നോക്കുമ്പോ സെറ്റാണ്. ഞാനും ഒരു ചെറിയ പെൺകൊച്ചിനെയാണ് കല്യാണം കഴിച്ചത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? നമുക്ക് കയറി പെട്ടെന്ന് അങ്ങോട്ട് പ്രായമായി. അവളാണെങ്കിൽ ചെറുപ്പവും. അവൾ എന്നെയും കൊച്ചിനെ ഇട്ടിട്ട് വേറൊരാളുടെ കൂടെ പോയി. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ സന്തോഷമാണ്. നമ്മളതിലൊന്നും കയറി ഇടപെടുന്നില്ല. നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ. അച്ഛനും മോനും ഡെയിലി പുറത്തുനിന്നാണോ ഡിന്നർ? ആ, പറ്റുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ പുറത്തുനിന്ന് ഡിന്നർ കഴിക്കാറുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ്. ഇവനിങ്ങനെ കെയർ ചെയ്യുക, ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അല്ലേ മോളെ? അതെ.